ഞാൻ ഒരു മരക്കഷ്ണമായിരുന്നുവെങ്കിൽ ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തിനോടടുത്ത സമയം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മഹദിയെ കാണുവാൻ വരികയാണ്. തികച്ചും രോഗശയ്യയിലായതുകൊണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാം എന്ന ചിന്തയിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ്. മഹദി അവരുടെ അടുക്കൽ വന്നു. മഹദി അവരോട് ആശ്വാസം എന്ന നിലക്ക്, ആശ്വസിപ്പിക്കാം എന്ന നിലക്ക് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയല്ലേ? പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ പരിശുദ്ധതയെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല, നിങ്ങൾ ഡയറക്റ്റ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുക്കലേക്കല്ലേ യാത്ര? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ആശ്വാസ വാക്ക് കേട്ട മഹദി അവറുകളുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. ഒന്ന് നിർത്തൂ ഇബ്നു അബ്ബാസ്, എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു മരക്കഷ്ണമായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. വല്ലാത്ത അർത്ഥവത്ത വാക്കാണ് മഹദി അവറുകൾ പറയുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറയാനുള്ള കാരണം? ഒരു മരക്കഷ്ണമായിരുന്നുവെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. തികച്ചും വ്യത്യസ്തമായ ചിന്താഗതി. ആരാണ് പ്രിയപ്പെട്ടവർ ഈ വാക്കുകൾ പറയുന്നത്? ദുനിയാവിലും ആഖിറത്തിലും മുത്തു റസൂലിൻ്റെ പത്നിയാണെന്ന് ഹബീബ് തന്നെ പറഞ്ഞിട്ടുള്ള മഹദി അവറുകൾ. വല്ലാത്ത സ്ഥാനം. സ്വർഗത്തിൻ്റെ താക്കോൽ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബീവി അവറുകൾ. അവരുടെ വാക്കുകളാണ് ഇത്. ഞാനൊരു മരക്കഷ്ണമായിരുന്നുവെങ്കിൽ. എത്ര സൂക്ഷ്മതയാണ് അവിടുത്തെ ജീവിതത്തിൽ. അള്ളാഹുവിൻ്റെ ഹബീബ് സഹാബത്തിനോട് പറയുമായിരുന്നു, ഇസ്ലാമിൻ്റെ പകുതി കാര്യങ്ങളും നിങ്ങൾ ഹുമൈറയിൽ നിന്ന് പഠിക്കണം. ആരെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ് ഹുമൈറ എന്ന് പ്രവാചകൻ വിളിച്ചത്. ചുവന്ന് വെളുത്തു തൊടുത്ത സുന്ദരി എന്ന് സ്നേഹപൂർവ്വം അള്ളാഹുവിൻ്റെ ഹബീബ് വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു ഹുമൈറ. വല്ലാത്ത പണ്ഡിതയായിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വിയോഗത്തിന് ശേഷം 47 വർഷം മഹദി അവറുകൾ ജീവിച്ചു. ആ ജീവിക്കുന്ന സമയത്ത് തനിക്ക് ഏറ്റവും ആശ്വാസമായിരുന്നത് തൻ്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായത് എന്ന ഒരു ആശ്വാസമായിരുന്നു മഹദി അവറുകൾക്ക് ഉണ്ടായിരുന്നത്. ഹിജറ 58 റമദാൻ 17 66-ാമത്തെ വയസ്സിൽ, അതായത് ഇന്നത്തെ ഈ ദിവസമാണ് മഹദി അവറുകൾ വഫാത്തായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദി അവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗം പുൽകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹദി അവറുകളുടെ പേരിൽ എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. അള്ളാഹു സ്വീകരിക്കട്ടെ.